നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്റർനെറ്റ് യുഗത്തിലെ ആദ്യത്തെ മില്ലേനിയൽ വിശുദ്ധനായ കാർലോ അക്യൂട്ടിസിന് ശേഷം ജെൻസി തലമുറയിലെ ആദ്യത്തെ വിശുദ്ധനാകാനൊരുങ്ങി സ്പാനിഷ് യുവാവ്. രോഗശയ്യയിലും പുഞ്ചിരിയോടെ വിശ്വാസം കാത്തുസൂക്ഷിച്ച പെഡ്രോ ബല്ലേസ്റ്റർ എന്ന 21-കാരന്റെ നാമകരണ നടപടികളിലേക്ക് കത്തോലിക്ക സഭ ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. യുകെയിലെ മാഞ്ചസ്റ്റർ രൂപതയാണ് ഈ ചരിത്രപ്രധാനമായ ആദ്യപടി സ്വീകരിച്ചിരിക്കുന്നത്. ക്രിസ്തീയ മൂല്യങ്ങൾ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ജീവിച്ചു കാണിച്ച കാർലോ അക്യൂട്ടിസിന്റെ ജീവിതവുമായി ഏറെ സാമ്യമുള്ളതിനാൽ മാധ്യമങ്ങളും വിശ്വാസികളും പെഡ്രോയെ സ്പാനിഷ് കാർലോ അക്യൂട്ടിസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വടക്കൻ മെക്സിക്കോയിലെ ചിഹുവാഹുവ സംസ്ഥാനത്തുണ്ടായ ശക്തമായ തീപിടുത്തത്തിൽ വിശുദ്ധ ലൂയിസ് ഗോൺസാഗയുടെ നാമത്തിലുള്ള കത്തോലിക്ക ദേവാലയം പൂർണ്ണമായും കത്തിയമർന്നു. പ്രദേശത്തെ സെന്റ് ജോൺ പോൾ II ഇടവകയുടെ കീഴിലുള്ളതാണ് ഈ ചാപ്പൽ. തിങ്കളാഴ്ച ഉണ്ടായ ദുരന്തത്തിൽ ദേവാലയം ഒന്നാകെ കത്തിയമർന്നെങ്കിലും ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. തീപിടുത്തത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാണോ അതോ മറ്റെന്തെങ്കിലും അട്ടിമറിയാണോ എന്നതിനെക്കുറിച്ച് മെക്സിക്കൻ അഗ്നിശമന സേനയും പ്രാദേശിക അധികാരികളും വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. അതേസമയം മെക്സിക്കോയിൽ അടുത്ത കാലത്തായി ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെയുണ്ടായ അക്രമങ്ങളും അപകടങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ തീപിടുത്തം വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കും ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട്. കുടുംബങ്ങളുടെ ആത്മീയവും സാമൂഹികവുമായ നവീകരണത്തിൽ ഫ്രാൻസിസ്കൻ ആത്മായ സഭ വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിന്റെ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത ഫ്രാൻസിസ്കൻ ആത്മായ സഭയുടെ അതിരൂപത വാർഷിക സമ്മേളനം വെരൂർ സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിസ്കൻ ആധ്യാത്മികത എക്കാലത്തും ആഗോള സഭയ്ക്ക് വലിയൊരു ഉണർവാണെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു. അതിരൂപത മിനിസ്റ്റർ അലക്സ് വലിയപറമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ സ്കറിയ കന്യാക്കോണിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അതിരൂപത സെക്രട്ടറി എൽസമ സെബാസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും കുടുംബജീവിതവും എന്ന വിഷയത്തിൽ ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ ക്ലാസ് നയിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെ അതിവേഗത്തിലുള്ള വളർച്ച മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഭീഷണിയാകാതിരിക്കുവാൻ ആഗോളതലത്തിൽ ഉടനടി ഡിജിറ്റൽ നിരായുധീകരണം വേണമെന്ന് ലിയോ 14 മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. തിങ്കളാഴ്ച വത്തിക്കാൻ പുറത്തിറക്കിയ മാർപ്പാപ്പയുടെ പ്രഥമ ചാക്രിക ലേഖനമായ മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന പ്രമാണത്തിലാണ് സാങ്കേതികവിദ്യയുടെ ധാർമ്മിക വശങ്ങളെക്കുറിച്ച് അദ്ദേഹം ശക്തമായ മുന്നറിയിപ്പ് നൽകിയത്. വത്തിക്കാൻ പ്രസ് ഓഫീസിൽ നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിലാണ് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പാപ്പയുടെ പുതിയ ചാക്രിക ലേഖനം അവതരിപ്പിച്ചത്. പെറുവിലെ കാരവേലി രൂപതയ്ക്ക് പുതിയ ഇടയനെ പ്രഖ്യാപിച്ച് ലിയോ 14 മാർപ്പാപ്പ. നിലവിൽ പെറുവിലെ അരക്യുപ്പ രൂപതയുടെ സഹായ മെത്രാനായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്ന റവറൻ ഡോക്ടർ റൗൾചോ ക്രിസ്പെയാണ് കാരവേലി രൂപതയുടെ പുതിയ ബിഷപ്പ് പ്രലേറ്റായി മാർപ്പാപ്പ നിയമിച്ചത്. മുൻ കാരവേലി രൂപതയുടെ ചുമതലയിലുണ്ടായിരുന്ന ബിഷപ്പ് റെയ്നാൾഡോ നവാരോ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് ഈ പുതിയ നിയമനം. ദരിദ്രരും സാധാരണക്കാരുമായ ജനങ്ങൾ ഏറെയുള്ള കാരവേലി രൂപതയിലെ ജനങ്ങൾക്ക് പുതിയ ബിഷപ്പിന്റെ ആത്മീയ നേതൃത്വം വലിയൊരു ഉണർവാകുമെന്ന് പെറുവിയൻ മെത്രാൻ സമിതി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.